അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയരെ, നാമെല്ലാം പരമപ്രഭുവായ പടച്ചതമ്പുരാന്റെ അടിയാറുകളാണ്. അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് എപ്പോഴും ഉടമയെക്കുറിച്ചുള്ള സ്മരണ ഹൃദയത്തിൽ നിലനിൽക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതം പ്രകാശപൂരിതമായി തീരുന്നത് അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥന കൊണ്ടും അവൻ്റെ സ്മരണ കൊണ്ടും മാത്രമാണ്. അപ്രകാരമുള്ള ദുആക്കളും ദിക്റുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഈ ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മജ്ലിസിൽ ഇരുന്ന് 100 തവണ ചൊല്ലുമായിരുന്നു. ഒരേ ഇരിപ്പിലിരുന്ന് 100 തവണ ചൊല്ലുന്ന ദിക്റാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിപ്രകാരമാണ്: റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ, പടച്ചവനെ എൻ്റെ പാപം നീ പൊറുക്കണേ, എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നാമും ഇപ്രകാരമുള്ള ദിക്റുകൾ കൊണ്ട് നമ്മുടെ നാവുകളെ നനയ്ക്കുക, അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തെ സുദൃഢമാക്കുക. നാഥനായ റബ്ബ് നിത്യമായി ഒരേ ഇരിപ്പിലിരുന്ന് റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന ദിക്ർ ചൊല്ലുവാൻ നാഥൻ തുണ തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.